ഹായ് ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ SRB എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന വിൽപ്പനയ്ക്കുള്ള ഈ വീട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പുതിയകാവിൽ 8 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പുതിയകാവ് ബസ് സ്റ്റോപ്പിൽ നിന്നും 500 മീറ്റർ മാറി പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വടക്കോട്ട് ദർശനമായിട്ട് 8 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 5 വർഷം പഴക്കമുള്ള ഒരു വീടാണത്. 3-4 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സൗകര്യം ഇട്ടുകൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ആണ്. വാട്ടർ കണക്ഷനാണ് ഈ വീടിനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ബോർവീലുണ്ട്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇത് താമസത്തിനാവശ്യമായിട്ട് പണിത ഒരു വീടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഓണർ വിദേശത്തായതുകൊണ്ടാണ് ഈ വീട് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വിൻഡോസും കൊടുത്തിരിക്കുന്നത് 2:10 സൈസിലാണ് എല്ലാ വിൻഡോസും കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് ഒരുപാട് വെട്ടം കയറുന്ന രീതിയിലുള്ള ഒരു വിൻഡോസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സിറ്റ് ഔട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വുഡെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇത് താമസാവശ്യത്തിന് വേണ്ടി ചെയ്തൊരു വീടാണ്. ഏതാണ്ട് 5 വർഷം ആണ് ഈ വീടിൻ്റെ പഴക്കം വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു എലിവേഷനിൽ വളരെ നല്ല ഭംഗിയിലൊരു വീടാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ ആൾതാമസമില്ല, ഒരു വിദേശത്താണ്. 8 സെൻറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഡ്രോയിങ് ഹാളാണ്. വുഡ് ഫിനിഷ് ടൈലാണ് ഇവർ മൊത്തം ഇട്ടിരിക്കുന്നത്. വുഡ് ഫിനിഷ് ടൈലാണ്. ഫർണിച്ചർ അടക്കമാണ് ഈ വീട് നമുക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ എലിവേഷനെല്ലാം ചെയ്തിട്ടുള്ളൊരു വീടാണ്. വളരെ വലിയൊരു ഹാളാണ് ഈ വീടിനുള്ളത്. വളരെ വലിയൊരു ഹാളാണ്. കർട്ടൻ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂം AC ആണ്. സ്റ്റെയറിൻ്റെ താഴത്തായിട്ട് സ്റ്റോണൊക്കെ ഇടുന്ന രീതിയിൽ ഒരു ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഇത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളാണ്. വളരെ വലിയൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിന് വന്നിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ലൈറ്റെല്ലാം ഓടിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിന് ഉള്ളത്. ഈ വീടിൻ്റെ ഇത് ഒരു വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ വളരെ ഒതുക്കി നല്ല രീതിയിൽ കബോർഡെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു വാഷ് ബേസിനാണ്. വാഷ് ബേസിന് അടുത്തായിട്ടൊരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ കിച്ചണാണ്. വളരെ വലിയൊരു കിച്ചണാണ്. നല്ല രീതിയിൽ മൾട്ടിവുഡിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചണാണത്. ഈ കിച്ചണിൽ 2 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ 2 ചെയറെല്ലാം ഇട്ടിട്ട് ഉള്ള നല്ലൊരു കിച്ചണാണ്. നല്ല ഭംഗിയുള്ളൊരു കിച്ചണാണിത്. കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വന്നിരിക്കുന്നത്. ചിമ്മിനിയും ഹോബെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ തന്നെ കിച്ചണിൽ 2 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള 2 ചെയറെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ കിച്ചണോടൊപ്പം തന്നെ ഒരു സ്റ്റോർ റൂമും ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ റൂമാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള മറ്റു അത്യാവശ്യ കാര്യങ്ങളെല്ലാം വെക്കാവുന്നൊരു സ്റ്റോർ റൂമുണ്ട്. ഈ വീടിനൊരു പൂജാമുറിയും കൊടുത്തിട്ടുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു പൂജാമുറിയും ഈ വീടിന് കൊടുത്തിട്ടുണ്ട്.
ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമാണുള്ളത്, അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇത് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്ന ഡോറാണ്. നല്ല രീതിയിലൊരു വാൾഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ആയിട്ടുള്ള വാൾഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ വാൾഡ്രോപ്പ്. നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേസ് ഒട്ടും പോകാത്ത രീതിയിൽ വളരെ ഒതുക്കി ഒരു വാൾഡ്രോപ്പ് ഉണ്ട്. ഈ വാൾഡ്രോപ്പിനോടൊപ്പം ചേർന്ന് ഒരു ഡ്രസ്സിങ് റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ടേബിളും കൂടി ഈ വാൾഡ്രോപ്പിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ ബെഡ്റൂമാണ്. വളരെ വലിയൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിലും നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് വളരെ നല്ലൊരു ബെഡ്റൂമാണ്. ഏതാണ്ട് 16x14 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ടൈല് മൊത്തം വുഡ് ഫിനിഷിങ്ങിൻ്റെ ടൈല്, മാറ്റ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറുള്ള ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബാത്റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ബാത്റൂമിൻ്റെ സെപ്പറേറ്റ് ഗ്ലാസ് വെച്ച് ഇത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ഗ്ലാസ് വെച്ച് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ 8 സെൻറ്റ് സ്ഥലത്തിനും 2350 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 1,50,00,000 രൂപയാണ്. വില ഭാഗം നെഗോഷ്യബിളാണ്. ഇത് ഈ വീടിൻ്റെ സ്റ്റെയറാണ്. ഇതൊരു പൂജാമുറിയുണ്ട്. ഈ വീടിന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പൂജാമുറി കൂടി ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റെയറാണ്. സ്റ്റെയറിൽ തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ടഫൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് ഗ്ലോസ് ഗ്രാനൈറ്റ് ആണ് ഈ സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ലിവിങ് റൂമും ഈ വീടിനുണ്ട്. അപ്സ്റ്റെയർ 2 ബെഡ്റൂമാണുള്ളത്. ഈ വീടിന് മൊത്തം ഈ ഫുഡ് ഫിനിഷിങ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇത് അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. വളരെ വലിയൊരു ബെഡ്റൂമാണ്. ഏതാണ്ട് 16x12 സൈസിലുള്ള ബെഡ്റൂമാണ്. വെളിച്ചം നല്ല രീതിയിൽ കയറുന്നതിന് 2x10 സൈസ് വിൻഡോസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കർട്ടൻ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമും 3 ബാത്റൂമും സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ 8 സെൻറ്റ് സ്ഥലത്തിനും 2300 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 1,50,00,000 രൂപയാണ്. വില ഭാഗം നെഗോഷ്യബിളാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള നല്ലൊരു ബെഡ്റൂമാണ്. ഈ വീടുള്ളത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പുതിയകാവ് ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 500 മീറ്റർ മാറി ഒരു വില്ല പ്രോജക്റ്റിലാണ്. വടക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത്. വടക്കോട്ടാണ്.